എല്ലാവർക്കും നമസ്കാരം. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പല തർക്കങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തർക്കം അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൂടാതെ സമാനമായിട്ടുള്ള പല തർക്കങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഒന്ന് കാശി ഗ്യാൻവാബിയാണ്, രണ്ടാമത്തേത് മധുരയാണ്, മൂന്നാമത്തേത് സംഭാലാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തുന്നു. ആ സർവേ നടത്തിയതിന് ശേഷമുള്ള അതിൻ്റെ കണ്ടെത്തലുകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നു. പൊതുസമൂഹം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. വിഷയം പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലുമൊക്കെ തന്നെ ഇങ്ങനെ നിയമപരമായിട്ട് നടക്കുകയുമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും അയോധ്യ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ആ വിധി ഫൈനാലിറ്റിയിലെത്തിയ ശേഷവും ആ സമയത്തൊന്നും തന്നെ പറയാതിരുന്ന പല തടസ്സവാദങ്ങളും ഇപ്പോഴും ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്. അത് വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും അടക്കം അതേ നിലപാട് സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് പാലായിൽ ഒരു വിഷയമുണ്ടാകുന്നത്. പാല ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമിയിൽ ഒരു ശിവലിംഗം കണ്ടെത്തി എന്നുള്ളതാണ് ഈ വാർത്ത വന്നിട്ട് ഏതാനും ദിവസങ്ങളായി എങ്കിലും അത് വലിയ രീതിയിലത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. പാലായിലെ ബിഷപ്പ് ഹൗസിൻ്റെ ഒരു ഭൂമി, ആ ഭൂമിയിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി JCB ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്നു. ആ സമയത്ത് ക്ഷേത്ര സംബന്ധിയായ ചില കാര്യങ്ങൾ, അതിൽ ശിവലിംഗമുണ്ട്, മറ്റ് ചില വിഗ്രഹങ്ങളുണ്ട്, സോപാനക്കല്ലുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയും എല്ലാം തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം തന്നെ കണ്ടു കഴിയുകയും ചെയ്തു. ഇത് വാർത്തയാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ചില വ്യക്തികളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ കേരളത്തിൽ മറ്റൊരു അയോധ്യ, കേരളത്തിൽ മറ്റൊരു ഗ്യാൻവാബി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലെവലിലേക്കാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന പല ജേർണലിസ്റ്റുകളും ഇതൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെക്കുറിച്ച് പറയേണ്ടതില്ല. അയോധ്യ, കാശി, മധുര, സംഭാൽ എന്നീ തർക്കങ്ങളിൽ നിന്ന് പാലാ വിഷയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യത്യാസം, ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു ആരാധനാലയത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമല്ല എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം തന്നെ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ ഒരു മുസ്ലിം പള്ളിയാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആരോപണമായിരുന്നുവെങ്കിൽ പാലായിലത്തേത് അങ്ങനെയുള്ള ഒരു ആരോപണമേ അല്ല. രണ്ടാമത്തെ വിഷയം, പാലായിലുള്ളത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയമേ അല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വ്യത്യാസം, ഇത് പാലാ ബിഷപ്പ് ഹൗസിലല്ല എന്നതുമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പല ആൾക്കാരും പറഞ്ഞു വരുന്നത് തന്നെ ഇത് പാലാ ബിഷപ്പ് ഹൗസിലാണ് ഇത് കണ്ടെത്തിയത് എന്നൊക്കെയാണ്. അങ്ങനെയല്ല. പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഓണർഷിപ്പിലുള്ള മറ്റൊരു പ്രോപ്പർട്ടിയിലാണ് ഇത് കാണുന്നത്. ആ പ്രോപ്പർട്ടി പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒന്ന് നേരെയാക്കി എടുക്കുകയാണ്. അങ്ങനെ ആക്കി എടുക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ശിവലിംഗങ്ങളും മറ്റുള്ള ഹിന്ദുമത ബിംബങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലെയല്ല പാലായിലുള്ളത്. അടുത്തത്, പാലായിൽ ഒരു തർക്കമേ ഇല്ല എന്നുള്ളതാണ്. അതായത് അവിടെ ഇത്തരത്തിലുള്ള ഹിന്ദു മതചിഹ്നങ്ങൾ കാണുന്നു. അങ്ങനെ കണ്ടെത്തിയ സമയത്ത് ഈ വിവരമെല്ലാം തന്നെ അവിടെയുള്ള ഹൈന്ദവ സംഘടനകളെ ആയിക്കോട്ടെ, അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ ആയിക്കോട്ടെ നേരിട്ട് അറിയിക്കുന്നത് പാലാ ബിഷപ്പ് ഹൗസ് തന്നെയാണ്. അതായത് ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥിതിയോട്, ഇവിടെയുള്ള ഇതര മതവിഭാഗങ്ങളോട് അവർക്കുള്ള ബഹുമാനത്തിനെ മുൻനിർത്തി അവർ തന്നെ നേരിട്ട് അറിയിക്കുകയാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇങ്ങനെ ചില വസ്തുവകകൾ ലഭിച്ചിട്ടുണ്ട്, നിങ്ങളിത് വന്ന് നോക്കണം എന്ന്. അങ്ങനെ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുമത സംഘടനകളായിക്കോട്ടെ, അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും അവിടെ വരുന്നത്, ഇത് കാണുന്നത്. ഇനി ഇതെല്ലാം തന്നെ ഒരു ഹിന്ദുമത ചിഹ്നങ്ങളാണ് എന്ന് മനസ്സിലായിരിക്കുന്ന ആൾക്കാർ അവിടെ ആരാധനയ്ക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നു, മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നു, അവർ വിളക്കും മറ്റും കൊണ്ടുവന്ന് അത് കൊളുത്തി അവിടെ നിന്ന് പ്രാർത്ഥനകളും നടത്തുന്നു. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രാർത്ഥനകളും മറ്റും നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള അനുമതി അതിനുണ്ടായിരിക്കണം. കാരണം മറ്റൊരാളിൻ്റെ പ്രോപ്പർട്ടിയിൽ കടന്നു കയറി ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അത് അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുവാദവും അവിടെയുള്ള ഹിന്ദു മതവിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പാലാ രൂപതയുടെയോ പാലാ ബിഷപ്പ് ഹൗസിൻ്റെയോ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കമോ എതിരഭിപ്രായമോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അടുത്തത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒരു തർക്കമില്ല എന്നത് തന്നെയാണ്. ആരാധനാലയത്തിന് വേണ്ടിയിട്ടോ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ തർക്കമില്ല എന്നതുപോലെ തന്നെ അത് കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടും തർക്കമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഓണർഷിപ്പ്, ആ ഭൂമിയുടെ ഓണർഷിപ്പ് പൂർണ്ണമായും
പാലാ ബിഷപ്പ് ഹൗസിനാണ് എന്ന കാര്യത്തിൽ ഹിന്ദു വിഭാഗത്തിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനെ നശിപ്പിച്ച് ഇല്ലാതെയാക്കി ആ ഭൂമി സഭ കൈവശപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം പോലും ആരുടെയും ഭാഗത്തു നിന്നില്ല. അതായത് ആ ഭൂമിയുടെ കൈവശാവകാശം, ക്രയവിക്രയാവകാശം ഒക്കെ തന്നെ നിയമപരമായി നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള പാലാ ബിഷപ്പ് ഹൗസിനാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. ഒപ്പം ഇതെല്ലാം തന്നെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ബിംബങ്ങളാണ് എന്നതും അതിൻ്റെ ഓണർഷിപ്പ് ഹിന്ദു മത വിഭാഗത്തിന് തന്നെയാണ് ചെന്ന് ചേരേണ്ടത് എന്ന കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്കും യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അങ്ങനെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ കാര്യത്തിനെപ്പറ്റി ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നു. ഇനി എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കാര്യം ആരായുകയാണ് ഇവിടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഒരു ദേവപ്രശ്നം നടത്തും. അങ്ങനെയുള്ള ഒരു ദേവപ്രശ്നം നടത്തുന്നതിനുള്ള അനുമതി പോലും ആ ഭൂമിയിൽ വെച്ചാണ് എങ്കിൽ അതിനുവേണ്ടി പോലും പാലാ ബിഷപ്പ് ഹൗസ് തയ്യാറാണ് എന്നാണ് നമ്മൾ ഇതിനോടകം തന്നെ അറിയുന്നത്. കാരണം ക്ഷേത്ര ഭാരവാഹികളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ കാര്യവുമായിട്ട് പാലാ ബിഷപ്പ് ഹൗസിൻ്റെ പാലാ രൂപതയുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഉണ്ട് എന്നാണ്. ഇനി ദേവപ്രശ്നം അനുസരിച്ച് ഒരുപക്ഷെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ബിംബങ്ങളെയൊക്കെ തന്നെ മാറ്റാം. കാരണം അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരു ചരിത്രം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഇനി അഥവാ അവിടെ തന്നെയാണ് ഒരു ക്ഷേത്രം സ്ഥാപിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ക്രയവിക്രയം ചെയ്യുന്നതിന് പാലാ ബിഷപ്പ് ഹൗസിനോ രൂപതയ്ക്കോ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാകും എന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് രണ്ട് മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളാണ്. മതാചാരവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു ഭൂമി അങ്ങനെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ അതിനുവേണ്ടി ക്രയവിക്രയം നടത്താൻ ഒരുപക്ഷെ പാലാ രൂപത തയ്യാറാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. എന്തായാലും ദേവപ്രശ്നവുമായി സഹകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കും സഭയുടെ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ പിന്തുണയുണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി ഈ വിഷയത്തിനെ അനാവശ്യമായി പെരുപ്പിച്ച് കാട്ടി അത് നമ്മുടെ നാട്ടിലും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധയ്ക്ക് കാരണമായിട്ടുള്ള വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ചെയ്യുന്നത് നീചമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടുന്ന ആവശ്യം പോലുമില്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് മീഡിയ വൺ എന്ന ചാനലിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അവർ എൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് അവരെന്തൊക്കെ പറഞ്ഞിരിക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അവരവിടെ പറയുന്നുണ്ട്. ഗ്യാൻവാപി ഉൾപ്പെടെയുള്ള പല തർക്കങ്ങളെക്കുറിച്ച്, സംഭാലിലെ വെടിവെപ്പിനെക്കുറിച്ച് ഒക്കെ തന്നെ അവരതിൽ പറയുന്നുണ്ട്. തന്നെയുമല്ല 1991 ഒരു നിയമമുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആരാധനാലയങ്ങളുടെ മതസ്വഭാവം എന്തായിരുന്നോ അത് പിന്നീട് ഭേദഗതി ചെയ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പിന്നീട് വ്യവഹാരത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പോലും പരിഗണിക്കാത്തത് എന്ന രീതിയിലത്തേക്കുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ചയിലുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഔട്ട് ഓഫ് ഫോക്കസ് ടീമിനും മീഡിയ വൺ ചാനലിനും അവരുടെ മാധ്യമപ്രവർത്തകർക്കും ഒക്കെ തന്നെ ഒന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്ന തർക്കം പോലെയല്ല ഇവിടെ ഒന്നാമത് തർക്കമില്ല. 2 ഇവിടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. 3 ഇതിൽ 2 ഭാഗവും ഇത് അവരുടേതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിമും മുന്നോട്ട് വയ്ക്കുന്നില്ല. അതായത് സംഭാലിലായിക്കോട്ടെ, ഗ്യാൻവാബിയിലായിക്കോട്ടെ, അയോധ്യയിലായിക്കോട്ടെ, മധുരയിലായിക്കോട്ടെ അവിടെയുള്ള മുസ്ലിം പക്ഷം പറയുന്നത് ഇത് അവരുടെ ആരാധനാലയമാണ് എന്നും അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുമാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം പോലുമില്ല, ഒരു തർക്കവുമില്ല, ആരാധനാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറച്ചുകൂടി സമചിത്തതയോടുകൂടി സമൂഹത്തിലുള്ള ഹാർമണി എന്താണ്, അതിനെ നിലനിർത്തേണ്ടതാണ് നമ്മുടെ താല്പര്യം എന്നതൊക്കെ പരിഗണിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് പകരം നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ആകെ തകർക്കുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുകയും ആൾക്കാരുടെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ടുള്ള വിഷലിപ്തമായ ചിന്തകൾ കടത്തിവിടുകയും ചെയ്യുന്നത് ആരാണെങ്കിലും അത് ചെറുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ സമാധാനപരമായി മതസൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ആ തീരുമാനങ്ങൾ സഭയ്ക്കും ഹിന്ദുമത വിഭാഗത്തിനും ഒരേപോലെ സ്വീകാര്യവുമാകട്ടെ. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം പൂത്തുലയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ അസ്വസ്ഥത പൂണ്ട് പല ക്രമികീടങ്ങളും തലപൊക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള ക്രമികീടങ്ങളെ അവരർഹിച്ച അവജ്ഞയോടുകൂടി തള്ളിക്കറഞ്ഞുകൊണ്ട് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നതിന് ഇരു വിഭാഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.